ഹായ് ആൾ, എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ റാഗി കൊണ്ടുണ്ടാക്കിയ വളരെ ഹെൽത്തിയായ അവലോസ് പൊടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് യൂട്യൂബിൽ ആദ്യമാണ്, സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യം ഞാനിവിടെ 1 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1 കപ്പ് നല്ല ഫ്രഷ് ചിരകിയ തേങ്ങയും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അവസാനം ഞാൻ ഇതിലൊരു പ്രത്യേക രുചിക്കൂട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകം വറുത്ത് ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് ചേർത്തിടുക. നന്നായിട്ട് പൊടിക്കരുത്. അതുപോലെ തന്നെ 1 സ്പൂൺ എള്ളും, കറുത്ത എള്ളും ചേർക്കുക. അതിനുശേഷം ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയുടെ നനവിലാണ് മാവ് നന്നായിട്ട് കുതിർന്ന് വരേണ്ടത്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർത്താൽ മതി. കൈവച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. തേങ്ങയുടെ നനവെല്ലാം മാവിൽ പിടിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ചെറുതായി കട്ട കെട്ടിയ മാവൊക്കെ ഒന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവിനെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. അങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുന്നത് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വറുക്കാൻ വേണ്ടി എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. മാവെല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. കൈവച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉടച്ച് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ മാവിനെ റോസ്റ്റ് ചെയ്യാം. നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ച് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പാത്രമില്ല. എല്ലാം ഇതേപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രം. അപ്പോൾ അതിലൊരു കട്ടിയെന്ന് തോന്നുന്ന ഒരു പാത്രത്തിൽ വെച്ചാണ് ഞാൻ ഇതിനെ വറുത്തെടുത്തത്. ചെറു തീയിൽ വെച്ച് കൈയെടുക്കാതെ നന്നായിട്ട് വറുത്തെടുക്കണം. കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ മാവ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. റോസ്റ്റ് ചെയ്ത മാവ് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ മൂപ്പ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ അത് ഇളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാവ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കണം. ഇത് 3 സ്പൂൺ ഓർഗാനിക് ശർക്കരപ്പൊടിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. പക്ഷേ ഇത് ജാഗറിയാണ് കൂടുതൽ ഹെൽത്ത് തരുന്നത്. ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ ജാഗറി ചേർത്ത റാഗി അവലോസ് പൊടി റെഡിയായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കരപ്പൊടി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ അത് രണ്ടും ഒഴിവാക്കാം. പിന്നെ പഴം കൂട്ടി കഴിക്കാം. എങ്ങനെ കഴിച്ചാലും റാഗി തരുന്ന ഹെൽത്തി ബെനിഫിറ്റ്സ് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല കമൻസ് ഇടുക. പിന്നെ പുതിയ വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. എല്ലാവരോടും ബൈ.